ഒരുപക്ഷെ യു ഹാവ് ഹേർഡ് അബൌട്ട് കാർബോഹൈഡ്രേറ്റ്സ് എ ലോട്ട്. ഒരുപാട് തവണ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്സിനെ പറ്റി ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്. ഒരൊറ്റ വരിയിൽ പറഞ്ഞാൽ വാട്ട് ഈസ് കാർബോഹൈഡ്രേറ്റ്? ദേ ആർ ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ. കാർബണിന്റെ ഹൈഡ്രേറ്റുകളാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ they are formed of three elements. ഏതൊക്കെയാണ് മൂന്ന് എലമെന്റ്സ്? കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. വാട്ട് ഈസ് എ ഹൈഡ്രേറ്റ്? ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രേഷൻ കേട്ടിട്ടുണ്ടല്ലോ. വാട്ട് ഈസ് ഹൈഡ്രേറ്റ്? അഡിഷൻ ഓഫ് വാട്ടർ ആണ് ഹൈഡ്രേഷൻ. വാട്ട് ഈസ് ഹൈഡ്രേറ്റ്? എ മോളിക്യൂൾ ഫോംഡ് ബൈ ദ അഡിഷൻ ഓഫ് വാട്ടർ. വെള്ളം ചേർക്കുമ്പോൾ ഉണ്ടായി വരുന്ന മോളിക്യൂൾ ആണ് ഹൈഡ്രേറ്റ്. So here the definition of carbohydrate is hydrate of carbon. That means they are formed by the hydration of carbon. Addition of water to carbon made carbohydrate. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് വാട്ടറിന്റെ molecular formula? H2O. So hydrates of carbon is CH2O. And this CH2O, the whole to N, is the empirical formula. Carbon 1 ആകുമ്പോൾ CH2O, carbon 2 ആകുമ്പോൾ CH4O2, carbon 3 ആകുമ്പോൾ C3H3O3. ആ രീതിയിൽ പോകും. C3H6O3 ആ രീതിയിൽ പോകും കാർബോഹൈഡ്രേറ്റ്സിന്റെ പോകും. So generally we can tell like this: carbohydrates are hydrates of carbon, and we know they are very abundant in earth. എർത്തിനകത്ത് പ്രകൃതിയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു സാധനമാണ് കാർബോഹൈഡ്രേറ്റ്സ്. ആൻഡ് എവിടെയൊക്കെ അത് കാണുന്നു? where we can see them? എവിടെയൊക്കെ കാണാൻ പറ്റും? They are in the cell wall of bacteria, plants, animals in the connective tissues ൽ കാണും. അതിന് ഒരുപാട് ഫങ്ഷണൽ റോൾസ് ഉണ്ട്. അതായത് ഇന്റർ സെല്ലുലാർ കമ്മ്യൂണിക്കേഷനിൽ, സെൽ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും കൂടുതൽ റോളുള്ള ഒരു മോളിക്യൂളാണ് കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി റോൾസ് ഉള്ള ഒരു സാധനമാണ് കാർബോഹൈഡ്രേറ്റ്സ്. അതുപോലെ ഈ കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നാണ് മറ്റ് പല മോളിക്യൂൾസും ഉണ്ടായി വരുന്നത്. ഫോർ എക്സാമ്പിൾ ഫാറ്റ്, അമിനോ ആസിഡ് ഒക്കെ ഉണ്ടായി വരുന്നത് കാർബോഹൈഡ്രേറ്റുകളിൽ നിന്നാണ്. മറ്റ് കോംപ്ലക്സ് മോളിക്യൂൾസ് പലതും ഫോം ചെയ്യുന്നത് ബൈ യൂസിങ് ദി കാർബോഹൈഡ്രേറ്റ്സ്. അതുകൊണ്ട് ഇതിനെ പ്രീകഴ്സർ മോളിക്യൂൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രീകഴ്സർ മോളിക്യൂൾ. പ്ലാന്റ്സിനകത്ത് തനതായി കാണപ്പെടുന്ന ഒരു ഫിനോമിനയാണ് ഫോട്ടോസിന്തസിസ്. Photosynthesis is the formation of carbohydrate by combination of carbon dioxide and water with the help of green pigment chlorophyll by utilizing the solar energy. And this is one of the major and wonderful mechanism of the universe with which all organisms are existing. So as a result of photosynthesis, the product formed is a carbohydrate. ആ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ഇക്കോസിസ്റ്റത്തിനകത്ത് എല്ലാ ട്രോഫിക് ലെവലിലെയും എനർജിക്ക് നിദാനം. പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കുന്ന എനർജി യൂസ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ ഓർഗാനിസവും ലീവ് ചെയ്യുന്നത്. സോ ദേ ആർ വെരി സിഗ്നിഫിക്കൻറ്റ്. Coming to the classification of carbohydrates, the carbohydrates what we see, നമ്മൾ ഇന്ന് പ്രകൃതിയിൽ കാണുന്ന കാർബോഹൈഡ്രേറ്റ്സ് പല രീതിയിൽ കാണാം. They can be either simple sugars or can be complex molecules. Simple sugars are smaller molecules which can be monomers. And these monomers unite to form large polymers. They can be homopolymers or heteropolymers.
means they are formed of similar kind of monomers, or they can be formed of different kind of monomers. For representing the basic sugar molecule, we use a term called saccharon. The basic or the smallest molecule which can show the properties of carbohydrates. We know a carbohydrate molecules will be having diverse properties. So the smallest carbohydrate molecule which can show all properties of carbohydrates, or the essential properties of carbohydrates, are called monosaccharides. Or the smallest, or the sugar എന്നുള്ള വാക്കിന്റെ ഗ്രീക്ക് വേർഡ് ആണ് സാക്കറോൺ. അതിൽ നിന്ന് വന്ന വാക്കാണ് സാക്കറൈഡ്. So for then telling like sugar, we can tell that technically we can speak them as saccharide. What is a monosaccharide? A monosaccharide is the smallest carbohydrate which cannot be divided further. ഏറ്റവും ചെറുതായിട്ട് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്, അതിനെ പിന്നെ ഫർദർ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു മോളിക്യൂളാണ് മോണോസാക്കറൈഡ്. Now what is oligosaccharide? When 2 to 10 monosaccharide fuse, 2 മുതൽ 10 വരെ മോണോസാക്കറൈഡ് ജോയിൻ ചെയ്ത് വന്നാൽ അത് ഉണ്ടാക്കുന്ന ഒരു മോളിക്യൂളാണ് ഒളിഗോസാക്കറൈഡ്. ആൻഡ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മോളിക്യൂളുകൾ എങ്ങനെയാണ് ചേരുന്നത്? വാട്ട് ഈസ് ദ ബോണ്ട് വിച്ച് ഫോം ദം? ആൻഡ് ദ ബോണ്ട് ഫോംഡ് ഈസ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. The bond formed is glycosidic bond. What is glycosidic bond? 2 OH ഗ്രൂപ്പുകൾ നമ്മൾ ഫ്യൂസ് ചെയ്തിട്ട് ഒരു വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് സാക്കറൈഡ് ഉണ്ട്. ഒന്ന് മോണോസാക്കറൈഡ് ഉണ്ട്, പിന്നെ ഒളിഗോസാക്കറൈഡ് ഉണ്ട്. വാട്ട് ഈസ് മോണോസാക്കറൈഡ്? The smallest carbohydrate molecule which shows all the properties of sugar. Now what is oligosaccharide? They are formed by the fusion of monosaccharides, and they can be formed by 2 to 10 molecules. Now what is disaccharide? When 2 monosaccharides are fused, as I told you, within the oligosaccharide group, when an oligosaccharide is formed of 2 monosaccharide units, they are called disaccharide. As an example, we can consider sucrose. Sucrose is formed by the fusion of glucose and fructose. Now next is polysaccharide. What is polysaccharide? When more than 20 monosaccharide, when more than 20, it can go up to 1000. 20ൽ കൂടുതൽ മോണോസാക്കറൈഡുകൾ ഒന്നിച്ച് ചേർന്ന് വലിയൊരു മോളിക്യൂൾ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരാണ് പോളിസാക്കറൈഡ്. So monosaccharide, when they are fused to form larger molecules with up to 10 molecules, they are called oligosaccharide. എന്നാൽ 20ന് മുകളിൽ 1000 വരെ മോളിക്യൂൾസ് ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ അതിന്റെ പേരാണ് polysaccharide. Now let's see what are monosaccharide and what are their properties. The very simplest carbohydrates. What is a monosaccharide? Simplest carbohydrate. എന്ന് പറഞ്ഞാൽ അതിനെ പിന്നെ നമുക്ക് മുറിച്ച് ചെറിയ കാർബോഹൈഡ്രേറ്റ് ആക്കാൻ പറ്റില്ല. And they should follow the chemical formula, that is CH2ON. CH2ON എന്നുള്ള റേഷ്യോയിൽ അതിനകത്ത് എന്താണ് കെമിക്കൽ ഫോർമുല അത് ഫോളോ ചെയ്യണം. അതിന് ഒരു പോളിഹൈഡ്രോക്സിസ് ഉണ്ടാവണം, ഒരുപാട് OH മോളിക്യൂൾ അതിനകത്ത് ഉണ്ടാവണം. അതുപോലെ
പോളിഹൈഡ്രോക്സിയോടൊപ്പം ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പോ ഒരു കീറ്റോൺ ഗ്രൂപ്പോ ഉണ്ടാവണം. പ്രധാനമാണ്. വാട്ട് ഈസ് ആൻ ആൽഡിഹൈഡ് ഗ്രൂപ്പ്? CHO. എന്താണ് കീറ്റോൺ ഗ്രൂപ്പ്? C ഡബിൾ ബോണ്ട് O. അപ്പം ഒരു കീറ്റോ ഗ്രൂപ്പോ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പോ നിർബന്ധമായിട്ട് എന്തിനകത്ത് ഉണ്ടാവണം? ഒരു മോണോസാക്കറൈഡിനകത്ത് ഉണ്ടാവണം. And one of the most abundant monosaccharide is D-glucose. സാധാരണഗതിയിൽ 4ൽ കൂടുതൽ കാർബൺ ഉള്ള മോണോസാക്രൈഡ്, 4ൽ കൂടുതൽ കാർബൺ ഉള്ള മോണോസാക്രൈഡുകൾ എക്സിസ്റ്റ് സൈക്ലിക് സ്ട്രക്ചർ. എന്താണ്? ഒരു സൈക്ലിക് സ്ട്രക്ചറിലോട്ട്. ഇതൊക്കെയാണ് മോണോസാക്രൈഡിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. And these monosaccharides are classified based on 3 criteria. 3 ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ട് മോണോസാക്രൈഡുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന്, അതിന്റെ കാർബണൈൽ ഗ്രൂപ്പ്. എന്താണ് ഈ കാർബണൈൽ ഗ്രൂപ്പ്? C ഡബിൾ ബോണ്ട് O എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലാണ് കാർബണൈൽ ഗ്രൂപ്പ്. C ഡബിൾ ബോണ്ട് O. പ്ലേസ്മെന്റ് ഓഫ് കാർബണൈൽ. ഈ ഒരു മോണോസാക്രൈഡില് കാർബണൈൽ ഗ്രൂപ്പ് എവിടെ വരുന്നു അതിന്റെ ബേസ് ചെയ്തിട്ട് മോണോസാക്രൈഡിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ബേസ്ഡ് ഓൺ ദി പ്ലേസ്മെന്റ് ഓഫ് കാർബണൈൽ ഗ്രൂപ്പ്, മോണോസാക്രൈഡ് ഈസ് ക്ലാസിഫൈഡ്. 2, based on how many carbon atoms are present. എത്ര കാർബൺ ആണ് ഒരു മോണോസാക്രൈഡിൽ ഉള്ളത്, അങ്ങനെ ബേസ് ചെയ്തിട്ട് ഒരു ക്ലാസിഫൈഡ് ഉണ്ട്. 3, ചിറാൽ ഹാൻഡഡ്നെസ്. എത്ര ചിറാൽ സെന്റർ ഉണ്ട്, ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടി എങ്ങനെ, ചിറാലിറ്റി എങ്ങനെ, അതിനെ ബേസ് ചെയ്തിട്ട് മൂന്നാമതൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സോ monosaccharides have 3 classifications. 1, based on the position or placement of carbonyl group, based on the number of carbon atom present, based on the chiral center. First one, let's see the classification based on carbonyl group. I have told you previously, a carbonyl group, that means that is C double bond O. A carbonyl group is C double bond O. See, when a carbonyl group is present with hydrogen, that is an aldehyde group. So here we can see C double bond O is associated with a hydrogen, so or an aldehyde group. C double bond O is associated with hydrogen to form an aldehyde group. So when aldehyde group or aldehyde functional group is present in a carbohydrate, they are called aldoses. Example, glyceraldehyde, glucose, these are all aldoses. Second one is ketosis. What does it mean? There C double bond O is present within the chain. Along with the chain, a double bond C double bond O is present. So the functional group is a keto group. The sugars which have keto group are called ketosis. So based on the placement of carbonyl group, carbohydrate can be either aldoses or it can be ketosis. See the diagram. D-glucose is an aldohexose. D-fructose is a ketohexose. So number of hydrogen, number of carbon, number of oxygen, all are equal. But depending on the position of C double bond O, it can be either glucose or it can be fructose. That is the significance of placement of carbonyl group. അപ്പോൾ കാർബണൈൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ അനുസരിച്ച് ഒരേ മോളിക്യൂളിന്റെ സ്വഭാവം അങ്ങ് മാറുന്നു. ഒന്ന് ഗ്ലൂക്കോസ് ആയിട്ടും രണ്ടാമത്തത് ഫ്രക്ടോസ് ആയിട്ടും. Second is based on the number of carbon atom present in monosaccharide. Monosaccharide പറയൂ. Sorry, ketosis and
So monosaccharides can be classified based on the number of carbon atom. എത്ര കാർബൺ ആറ്റം ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ട് മോണോസാക്കറൈഡിനെ ഇതിന്റെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ഒരു കാർബോഹൈഡ്രേറ്റിൽ 3 കാർബൺ ആറ്റം ഉള്ളുവെങ്കിൽ അതിന്റെ പേര് ട്രയോസ്. ഇത് സെക്കൻഡ് ഡയഗ്രാം. ഇതെല്ലാം ട്രയോസ്. ഈ രണ്ടെണ്ണവും ട്രയോസുകളാണ്. എന്താ കാര്യം? അതിന്റെ മെയിൻ ചെയിനിൽ 1, 2, 3 കാർബൺ ആറ്റം വീതേ ഉള്ളൂ. രണ്ടാമത്തെ ഡയഗ്രാം നോക്കൂ. ഇവിടെ ഈ മോളിക്കുലർ ഫോർമുലയിൽ 1, 2, 3, 4, 5 എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4 അല്ലെങ്കിൽ 5 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അതെന്താണ്? അത് പെൻഡോസുകളാണ്. 5 കാർബൺ ആണ് ഇവിടെ ഉള്ളത്. പെൻഡോസ് ആണ്. 5 കാർബൺ ഉണ്ടെങ്കിൽ പെൻഡോസ്. DNA-യിലും RNA-യിലും ഒക്കെ കാണുന്നത് പെൻഡോസുകളാണ്. ഡിയോക്സി റൈബോസും പെൻഡോസാണ്. 4 കാർബൺ വന്നാൽ അതെന്താണ്? അത് ടെട്രോസുകളാണ്. 6 കാർബൺ വന്നാൽ അത് ഹെക്സോസുകളാണ്. 6 കാർബൺ ഇൻ ദി മോണോസാക്കറൈഡ്. 7 എണ്ണം വന്നാൽ ഹെപ്റ്റോസുകളാണ്. 7 എണ്ണം വന്നാൽ ഈ കാണുന്ന ഡയഗ്രാമിലെല്ലാം കാണുന്നത് ഹെപ്റ്റോസുകൾ. അപ്പോൾ 6 കാർബൺ ഉണ്ട്, 3 കാർബൺ ഷുഗേഴ്സ് ഉണ്ട്, 4 കാർബൺ ഉണ്ട്, 5 കാർബൺ ഉണ്ട്, 6 കാർബൺ ഉണ്ട്. അതിലെല്ലാം തന്നെ എന്താണ്? ആൾഡോ ഫോമും ഉണ്ട്, കീറ്റോ ഫോമും ഉണ്ട്. അപ്പോൾ വി ആർ ടെല്ലിംഗ് ട്രയോസസ്, ടെട്രോസസ്, പെൻഡോസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതിനകത്തും എന്തൊക്കെ വരാം? ആൾഡോ ഫോമുകളും വരാം, കീറ്റോ ഫോമുകളും വരാം. ഈ ഡയഗ്രാംസ് ഒന്നും നിങ്ങൾ പേടിക്കേണ്ട, ഇതെല്ലാം ഇതിനകത്ത് ഉണ്ടെന്നേ ഉള്ളൂ. യു ക്യാൻ ജസ്റ്റ് റെഫർ ദം. 6 കാർബൺ ഉണ്ട്, 5 കാർബൺ ഉണ്ട്, 4 കാർബൺ ഉണ്ട്. ദീസ് ആർ ഓൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. യു സീ ദ 3 കാർബൺ, ഒരു എക്സാമ്പിൾ പ്രധാനമായിട്ടും 3 കാർബൺ കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട് കാണുന്ന ഒന്നാണ് ഗ്ലിസറാൾഡിഹൈഡ്. 4 കാർബണിൽ കാണുന്നതാണ് എറിത്രോസ്, നമ്മുടെ ബ്ലഡ് സെൽസിലൊക്കെ കാണുന്നതാണ്. ദെൻ 5 കാർബൺ ആണ് സൈലോസ്, റൈബോസ്, സൈലോസ്, അറാബിനോസ് ഇതൊക്കെ കാണുന്നു. 6 കാർബണിൽ നിന്ന് വളരെ പോപ്പുലർ ആണ് ഗ്ലൂക്കോസ് ഉണ്ട്, ഈ രീതിയിലുള്ള മാനോസ് ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാം വരുന്നത് എന്താണ്? 6 കാർബൺ ആണ്. അതുപോലെ these are the different molecules. These are the different molecules present in the different types of carbohydrates, or these are different monosaccharides. And here monosaccharides are classified based on the number of sugar, number of carbon atoms. The last type of classification, പിന്നെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അത് ക്ലാസിഫിക്കേഷൻ അല്ല, ഈ കാർബോഹൈഡ്രേറ്റ്സ് കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സ്റ്റീരിയോ ഐസോമെറിസം. എന്താണ് അതിന്റെ പ്രത്യേകത? ഒരേ സ്ട്രക്ചറൽ ഫോർമുല, പക്ഷേ ഡിഫറന്റ് സ്പേഷ്യൽ കോൺഫിഗറേഷൻ. ഒരേ സ്ട്രക്ചറൽ ഫോർമുല, പക്ഷെ ഡിഫറന്റ് സ്പേഷ്യൽ കോൺഫിഗറേഷൻ. അതായത് സ്ട്രക്ചറൽ ഫോർമുല എല്ലാം സെയിം ആണ്, പക്ഷെ സ്പേസിൽ വരുമ്പോൾ അത് ഡിഫറൻസ് വരും. അതെന്താ അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാലേ, ഹാവ് യു ഹേർഡ് ഓഫ് വാലൻസി? നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. വാട്ട് ഈസ് വാലൻസി? ഒരു കാർബണിന് സാച്ചുറേറ്റഡ് ആയിട്ട് നിൽക്കാൻ എത്ര മോളിക്യൂളുമായിട്ട് ബോണ്ട് ചെയ്യേണ്ടി വരും, അതാണ് അതിന്റെ. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞു ഒരു കാർബൺ അസിമെട്രിക് ആണ്. എന്താ കാര്യം? കാർബൺ അസിമെട്രിക് ആയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന്റെ 2 സൈഡിൽ കാർബണിന്റെ 4 വാലൻസി ഉള്ളത് 4 ഫംഗ്ഷൻ 4 ഡിഫറെന്റ് ആറ്റവുമായിട്ടാണ് അത് ബോണ്ട് ചെയ്യുന്നതെങ്കിൽ, when a carbon atom is attached to 4 different groups, they are called a chiral or asymmetric atom. അപ്പോൾ ഒരു കാർബോഹൈഡ്രേറ്റിൽ അങ്ങനെയുള്ള ഒരു ആറ്റമാണ് ഉള്ളതെങ്കിൽ, ഒരു അസിമെട്രിക് ആറ്റമാണ് ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാർബോഹൈഡ്രേറ്റ്, ഒരു മോണോസാക്കറൈഡിൽ കുറെ കാർബൺസ് വരാം. മോണോസാക്കറൈഡിൽ കുറെ കാർബൺസ് വരാം. ഓരോ കാർബണിനും 4 മോളിക്യൂളായിട്ട് ബോണ്ട് ചെയ്യാം. അങ്ങനെ 4 മോളിക്യൂളായിട്ട് ബോണ്ട് ചെയ്യുമ്പോൾ ഒരു കാർബൺ 4 ഡിഫറെന്റ് ആറ്റവുമായിട്ട് ബോണ്ട് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് അസിമെട്രിക് അല്ലെങ്കിൽ ചിറാൽ സെന്റർ. അങ്ങനെ ഒരു അസിമെട്രിക് കാർബൺ ആണ് ഉള്ളതെങ്കിൽ അതിന് 2n ടൈപ്പ് എന്താണ് അതായത് എത്ര ചിറാൽ കാർബൺ ആറ്റം ഉണ്ടോ 2 to the power of that number അത്രയും ടൈപ്പ് ഐസോമേഴ്സ് കാണിക്കാൻ പറ്റും. ഈ പറഞ്ഞ ഷുഗേഴ്സിന്റെ എല്ലാം ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഐസോമെറിസം. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം, കാർബൺ റിച്ച് ആണ് കാർബോഹൈഡ്രേറ്റ്.
ആ കാർബണിന് ചുറ്റും 4 ആറ്റം ബൗണ്ട് ചെയ്തേക്കും. ഈ 4 ആറ്റവും 4 ഡിഫറെന്റ് ടൈപ്പ് ആറ്റം ആണെങ്കിൽ അത് അസിമെട്രിക് സെന്റർ എന്ന് പറയും. അങ്ങനെ അസിമെട്രിക് ആയിട്ടുള്ള സെന്ററിന് പറയുന്ന പേരാണ് ചിറാൽ സെന്റർ. അങ്ങനെ ഒരു ചിറാൽ ആറ്റം ഉണ്ടെങ്കിൽ 2:1 രണ്ട് എന്തുണ്ടാക്കാം? 2 ഐസോമർസ് ഉണ്ടാക്കാം. ഇനി 2 ചിറാൽ സെന്റർ എങ്കിൽ 2⁻² വരും. അപ്പൊ 4 ഐസോമേഴ്സ് ഉണ്ടാവാം. അങ്ങനെ ചിറാലിറ്റി കാരണം ഒരേ സ്ട്രക്ചറൽ ഫോർമുലയുള്ള മോളിക്യൂള് ഡിഫറെന്റ് സ്പേഷ്യൽ കോൺഫിഗറേഷനിൽ നിന്നാൽ അതിന് പറയുന്ന പേരാണ് സ്റ്റീരിയോ ഐസോമറിസം. ഓക്കെ. അപ്പൊ ഈ ചിറാലിറ്റി കാരണം, അങ്ങനെയുള്ള ചിറാലിറ്റി കാരണം നമുക്ക് പറയാം ഇതിവിടെ ദിസ് ഇസ് ദ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് മോണോസാക്രൈഡ്സ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ബിക്കോസ് ഓഫ് ദി ചിറാലിറ്റി the molecules, the monosaccharides can exist in dextro form and levo form. What is it? This is based on ഈ അസിമെട്രിക് കാർബണും കാർബണൈൽ ഗ്രൂപ്പുമായിട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്നതിന്റെ ബേസ് ചെയ്തിട്ടാണ് അത് ഡിറ്റർമിൻ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് കുറച്ച് സിമ്പിൾ ആക്കി പറഞ്ഞാൽ, when plain polarized light is passed to carbohydrate, ഈ ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഒരു കാർബോഹൈഡ്രേറ്റിലോട്ട് പാസ് ചെയ്യുമ്പോൾ ആ ലൈറ്റിനെ അത് ലെഫ്റ്റിലോട്ടാണോ റൈറ്റിലോട്ടാണോ തിരിച്ചുവിടുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡി ഫോമും എൽ ഫോം ഓഫും ഐസോമേഴ്സ് ഉണ്ടെന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ്, അതിന് നമ്മൾ ഓപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്നും നമ്മൾ പറയുന്നു. സോ അക്കോർഡിംഗ് ടു ദി ഓറിയന്റേഷൻ ഓഫ് അസിമെട്രിക് കാർബൺ ആറ്റം, അസിമെട്രിക് കാർബൺ ആറ്റത്തിന്റെ ഓറിയന്റേഷൻ കാർബണൈൽ ഗ്രൂപ്പിൽ നിന്ന് എത്രത്തോളം മാറി വരുമോ അതനുസരിച്ച് നമ്മൾ എന്താണ് ഡി ഫോം എന്നും എൽ ഫോം എന്നും നമുക്ക് പറയാൻ പറ്റും. ഇനി ഡി ഫോമും എൽ ഫോമിലും നമ്മൾ സാധാരണ പറയുന്നത്, ഇപ്പൊ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഡി ഫോം ഓഫ് ഷുഗറിൽ വന്നാൽ അത് റൈറ്റിലോട്ട് തിരിഞ്ഞു പോകും. ഒരു ബീക്കറിൽ പ്ലെയിൻ കാർബോഹൈഡ്രേറ്റ് സൊല്യൂഷൻ ഇരിക്കുകയാണ്, ലൈറ്റ് പാസ് ചെയ്യുന്നു, ആ ലൈറ്റിനെ വലത്തോട്ട് ഡീവിയേറ്റ് ചെയ്താൽ അതിന്റെ പേരാണ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ഐസോമർ. നേരെ മറിച്ച് ലെഫ്റ്റിലോട്ടാണെങ്കിൽ അത് നമ്മൾ പറയുന്ന പേരാണ് ലീവോ റൊട്ടേറ്ററി റൊട്ടേറ്ററി ഷുഗേഴ്സ്.